ഹലോ കൂട്ടുകാരെ, എൻ്റെ പേര് പരമേശ്വരൻ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് +2 ഫിസിക്സിലെ മൂന്നാമത്തെ ചാപ്റ്ററായ കറണ്ട് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്ന ചാപ്റ്ററിലെ 6ാമത്തെ സെഷനാണ്. ഇതിനു മുന്നേ ഉള്ള 5 സെഷനും ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു. അത് ഇവിടെ കാർഡ്സിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കും, അല്ലെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ പോയാൽ അതിന്റെ ലിങ്ക് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പൊ അത് കാണാത്തവർ ആ സെഷൻസ് കണ്ടിട്ട് വന്ന് ഈ സെഷൻ കാണുക. കാരണം ആ സെഷനിലെ കണ്ടിന്യൂവേഷൻ ആണ് ഈ സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്സ്. സോ ഇതിനു മുന്നേ ഈ ചാപ്റ്റർ മെയിൻ ആയിട്ട് നമ്മൾ ഇലക്ട്രിക് കറണ്ട് എന്താ, റെസിസ്റ്റൻസ് എന്താ, റെസിസ്റ്റിവിറ്റി എന്താ, കണ്ടക്ടൻസ് എന്താ, കണ്ടക്ടിവിറ്റി എന്താ, ഡ്രിഫ്റ്റ് വെലോസിറ്റി, അങ്ങനെയുള്ള കൺസെപ്റ്റ്സ് ഒക്കെ ആയിരുന്നു പഠിച്ചത്. കഴിഞ്ഞ ക്ലാസ്സിൽ സ്പെസിഫിക് ആയിട്ട് പഠിച്ചത് ജൂൾസ് ലോ ഓഫ് ഹീറ്റിംഗ് എന്താണ്, എന്നിട്ട് കോമ്പിനേഷൻ ഓഫ് റെസിസ്റ്റേഴ്സ്, അതായത് ഒന്നിൽ കൂടുതൽ റെസിസ്റ്റർ വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും അവ ബിഹേവ് ചെയ്യുന്നത് എന്നുള്ള കാര്യമായിരുന്നു പഠിച്ചത്. ഈ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് EMF എന്ന് പറഞ്ഞ ഒരു പുതിയ കൺസെപ്റ്റ് എന്ന് പറയാൻ പറ്റത്തില്ല, നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുള്ള കൺസെപ്റ്റ് തന്നെ ആയിരിക്കാം. നമ്മളത് പ്രോപ്പറായിട്ട് ഡിഫൈൻ ചെയ്യാൻ പോവുകയാണ്. ആൻഡ് ഇന്റേണൽ റെസിസ്റ്റൻസ് എന്താണ് എന്നുള്ള കാര്യം പറയും. അതിനുശേഷം നമ്മൾ നേരത്തെ കോമ്പിനേഷൻ ഓഫ് റെസിസ്റ്റർ പഠിച്ചു, ഒന്നിൽ കൂടുതൽ റെസിസ്റ്റർ വന്നു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും അവ ബിഹേവ് ചെയ്യുന്നത് എന്നുള്ള കാര്യം പഠിച്ചു. ഈ സെഷനിൽ നമ്മൾ കോമ്പിനേഷൻ ഓഫ് സെൽസ് ആയിരിക്കും പഠിക്കാൻ പോകുന്നത്, കോമ്പിനേഷൻ ഓഫ് ബാറ്ററീസ് ആയിരിക്കും പഠിക്കാൻ പോകുന്നത്. അപ്പോ നമുക്ക് ആദ്യം ഇന്റേണൽ റെസിസ്റ്റൻസും EMFഉം എന്താണെന്ന് നോക്കാം. അത് EMFന്റെ ഡെഫിനിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനർജി പെർ യൂണിറ്റ് ചാർജ് ഇമ്പോർട്ടഡ് ഫ്രം എ സോഴ്സ് സച്ച് ആസ് ബാറ്ററി ഓർ ജനറേറ്റർ. സോ എപ്പോഴും ഓർക്കുക, നമ്മൾ ഈ വോൾട്ടേജ് ഉണ്ടല്ലോ, ഈ വോൾട്ടേജിനെ തന്നെയാണ് നമ്മൾ പല രീതിക്ക് നമ്മൾ ഈ EMF എന്ന് പറയുന്നു, അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നു. സോ ഇത് പല വേരിയേഷൻ ഓഫ് വോൾട്ടേജ് തന്നെയാണ്. ഓക്കെ, സോ വോൾട്ടേജ് എന്ന് പറയുന്നത് നമുക്കറിയാം, വോൾട്ടേജ് ഈസ് ഓൾവേസ് വർക്ക് ഡൺ ഡിവൈഡഡ് ബൈ ചാർജ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ചാപ്റ്റർ നമ്പർ 2-ൽ നമ്മൾ പഠിക്കുന്ന കാര്യമാണ്. അവിടെ ആ ചാപ്റ്റർ പഠിപ്പിക്കുമ്പോൾ ഞാൻ ഇത് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ഇത്രയും ഓർത്താൽ മതി, ഒരു ചാർജ്, ഒരു യൂണിറ്റ് ചാർജിന് എത്ര മാത്രം വർക്ക് ചെയ്യാൻ കഴിയും. ഫോർ എക്സാമ്പിൾ പറയുവാണെന്നുണ്ടെങ്കിൽ, ഈ ഒരു ഒബ്ജക്റ്റ് ഉണ്ട്, ഈ ഒബ്ജക്റ്റിനെ ഇവിടെ നിന്നും ഇവിടെ എടുത്ത് മാറ്റണം. അപ്പോൾ അതിനു വേണ്ടി ഒരു എനർജി വേണം എന്നുണ്ടെങ്കിൽ പുറത്തുനിന്ന് ഒരാൾ വർക്ക് ചെയ്താലേ അതിന് എനർജി കിട്ടത്തുള്ളൂ. ഓക്കെ, അപ്പൊ എന്റെ കയ്യിൽ ഉള്ള എനർജി വർക്കായി ഇതിൽ വരുമ്പോൾ മാത്രമേ ഈ സാധനം ഇവിടെ നിന്ന് ഇവിടെ മൂവ് ആവുന്നുള്ളൂ. ഓക്കെ, അപ്പൊ എന്ത് സാധനം നമുക്ക് ചെയ്യണം, എന്തൊരു ജോലി നമുക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒരു എനർജി വേണം. ആ എനർജി വേറെ ഒരു ഏജൻസിയിൽ നിന്നും വർക്കായി കിട്ടണം. അപ്പോ ഈ ഒരു പർട്ടിക്കുലർ ചാർജ്, ഇലക്ട്രിക്കൽ എനർജിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ചാർജിനായിരിക്കും ആ എനർജി ഉണ്ടാവുന്നത്. ഇപ്പൊ നിങ്ങൾ ലൈറ്റ് ഇടുന്നു, സ്വിച്ചിടുമ്പോൾ ലൈറ്റ് കത്തുന്നു. എങ്ങനെയാണ് ലൈറ്റ് കത്തുന്നത്? ലൈറ്റ് കത്താൻ വേണ്ടി അവിടെ ചാർജ് ആണ് ആ ബൾബിന്റെ അകത്ത് പോകുന്നത്. ആ ചാർജിൽ ഒരു വർക്ക് ഉണ്ട്, അല്ലെങ്കിൽ ഒരു എനർജി ഉണ്ട്. ആ എനർജി വർക്കായി മാറി, ആൻഡ് ദെൻ അതിനാണ് നമ്മൾ ലൈറ്റ് എനർജി. അവിടെ ഇലക്ട്രിക്കൽ എനർജിയാണ്, ആ ഇലക്ട്രിക്കൽ എനർജി കൺവേർട്ട് ചെയ്ത് ലൈറ്റ് എനർജി ആയിട്ടാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോ ഒരു യൂണിറ്റ് ചാർജിൽ എത്ര വർക്ക് ഉണ്ടാവും എന്നുള്ളതാണ് വോൾട്ടേജ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ്. ഓക്കെ, ഇനി നമ്മൾ ഇവിടെ പറയാൻ പോകുന്നത് ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് ആണ്. അതൊരു വേരിയേഷൻ ഓഫ് വോൾട്ടേജ് തന്നെയാണ് എന്ന് പറയാം. പലപ്പോഴും പല ആൾക്കാരും ഈ EMF, പൊട്ടൻഷ്യൽ ഡിഫറൻസ്, വോൾട്ടേജ് ഇതെല്ലാം ഒരേ കാര്യമാണ്, അല്ലെങ്കിൽ ഇതെല്ലാം സെയിം തന്നെയാണ് എന്ന് പറയാറുണ്ട്. എന്നാലും അവ തമ്മിൽ ചെറിയ ചെറിയ ഡിഫറൻസസ് ഉണ്ട്. ഏകദേശം സെയിം കൺസെപ്റ്റ് തന്നെ ആണെന്നുണ്ടെങ്കിലും അവ തമ്മിൽ കുഞ്ഞു കുഞ്ഞു ഡിഫറൻസസ് ഉണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കാൻ പോകുന്ന ആദ്യം ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് എന്താണെന്നുള്ളതാണ്. EMF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് ഇലക്ട്രോ മോട്ടീവ് ഫോഴ്സ് ആണ്. അപ്പോ ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ ആദ്യം കേൾക്കുന്ന വാക്ക് ഫോഴ്സ് എന്നാണ്. ഓക്കെ, അപ്പൊ നമ്മൾ വിചാരിക്കും അത് ഒരു തരം ഫോഴ്സ് ആയിരിക്കും എന്ന് വിചാരിക്കും. പക്ഷെ അതൊരു തരം ഫോഴ്സ് അല്ല, പകരം അതൊരു തരം വോൾട്ടേജിന്റെ ഒരു വേരിയേഷൻ തന്നെയാണ്. ഓക്കെ, അപ്പൊ അതാണ് ഫസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ ആലോചിക്കേണ്ടത്. പലപ്പോഴും ഇതിനെ ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് എന്ന് വിളിക്കുന്നുണ്ടെങ്കിൽ അത് എന്തുകൊണ്ട് അങ്ങനെ വിളിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പണ്ട് ആൾക്കാർക്ക് ഇതിനെക്കുറിച്ച് വലിയ ഐഡിയ ഇല്ലാത്തപ്പോൾ, ഇതിനെക്കുറിച്ച് പഠനങ്ങൾ ഒരുപാട് ഇല്ലാത്തപ്പോൾ, ഒരു 200-300 വർഷങ്ങൾക്ക് മുന്നേ ആൾക്കാർ വിചാരിച്ചിരുന്നത് ഇതൊരു ഫോഴ്സ് ആണെന്നാണ്. പിന്നെയാണ് ആൾക്കാർക്ക് മനസ്സിലായത് ഇതൊരു വോൾട്ടേജിന്റെ ഒരു വേരിയേഷൻ തന്നെയാണ് എന്നുള്ള കാര്യം. അപ്പൊ അങ്ങനെ ഉള്ളപ്പോൾ ആ വാക്കിന് ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് എന്ന് പണ്ടത്തെ ആൾക്കാർ വിളിച്ചു. അതിന് നമ്മൾ ഇപ്പോഴും ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് എന്ന് വിളിക്കുന്നു എന്നല്ലാതെ അതൊരു ഫോഴ്സ് അല്ല എന്നതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡെഫിനിഷൻ, എനർജി പെർ യൂണിറ്റ് ചാർജ്. നേരത്തെ ഞാൻ പറഞ്ഞു വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ തന്നെ
വോൾട്ടേജ് ഈക്വൽ ടു വർക്ക് പെർ യൂണിറ്റ് ചാർജ് ആണ് W/Q. അത് തന്നെയാണ് ഇവിടെയും പറയുന്നത്, എനർജി പെർ യൂണിറ്റ് ചാർജ്. ഓക്കെ, ഇമ്പാർട്ടഡ് ഫ്രം എ സോഴ്സ്. ഒരു സോഴ്സിൽ അല്ലെങ്കിൽ ഇപ്പോ എനിക്ക് ഇലക്ട്രിക്കൽ എനർജി കിട്ടുന്നു, ഇലക്ട്രിക്കൽ എനർജി കിട്ടുന്ന ഒരു സോഴ്സിൽ നിന്നായിരിക്കും. ഫോർ എക്സാമ്പിൾ ഞാൻ പറയുവാണെങ്കിൽ എന്റെ സ്മാർട്ട് ഫോണിന് അകത്തൊരു ബാറ്ററി ഉണ്ട്. ആ ബാറ്ററിയിൽ നിന്നാണ് അതിന് ഉള്ള ഇലക്ട്രിക്കൽ എനർജി കിട്ടുന്നത്. അപ്പോൾ ആ ബാറ്ററിയുടെ എനർജി സോഴ്സ് എന്ന് പറയുന്നത്, ആ ഫോണിന്റെ എനർജി സോഴ്സ് എന്ന് പറയുന്നത് ബാറ്ററി. അപ്പോൾ ആ സോഴ്സിൽ നിന്നും കിട്ടുന്ന എനർജി പെർ യൂണിറ്റ് ചാർജിനെയാണ് നമ്മൾ ഇലക്ട്രോ മോട്ടീവ് ഫോഴ്സ് എന്ന് പറയുന്നത്. ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടെ സിമ്പിൾ ആയിട്ട് നമുക്ക് പറയണമെന്നുണ്ടെങ്കിൽ ആദ്യം വിചാരിക്കാം, ഓക്കെ, ഇവിടെ ഈ സർക്യൂട്ട് ഒന്നും ഇല്ലാന്ന് വിചാരിക്കാം. രണ്ട് ഇലക്ട്രോഡ്സ് ഉണ്ട്. ഈ നീല കളറിൽ വരച്ചു വെച്ചിരിക്കുന്ന രണ്ട് ഇലക്ട്രോഡ്സ് ആണ് P N എന്ന് പറയുന്നത്. ഒരു പോസിറ്റീവ് ഇലക്ട്രോഡ്, ഒരു നെഗറ്റീവ് ഇലക്ട്രോഡ്. ഈ റെഡിൽ കാണിച്ചേക്കുന്ന ഒന്നും ഇല്ല കേട്ടോ. ലൈക് ജസ്റ്റ് ഇമാജിൻ അവിടെ ഒന്നും ഇല്ലാന്ന് വിചാരിക്കാം. ജസ്റ്റ് ഈ ഇലക്ട്രോഡ്സ് മാത്രമുണ്ട്. ഇലക്ട്രോഡ്സ് ഒരു ഇലക്ട്രോലൈറ്റിൽ വെച്ചേക്കുവാണ്. ഇതൊരു ഇലക്ട്രോലൈറ്റ് ആണ്. അപ്പൊ ഇലക്ട്രോലൈറ്റിൽ ഡിപ്പ് ചെയ്ത് രണ്ട് ഇലക്ട്രോഡ്സ് വെച്ചേക്കുവാണെന്ന് വിചാരിക്കാം. ഒരെണ്ണം പോസിറ്റീവ് ഇലക്ട്രോഡ്, ഒരെണ്ണം നെഗറ്റീവ് ഇലക്ട്രോഡ്. സോ ഈ ഇലക്ട്രോഡിൽ ഒരു പൊട്ടൻഷ്യൽ കാണും. ഓക്കെ, സോ പൊട്ടൻഷ്യൽ ഓഫ് ദി പോസിറ്റീവ് ഇലക്ട്രോഡ് നമുക്ക് V+ എന്നെടുക്കാം. ഓക്കെ, അപ്പൊ ഇതൊരു പൊട്ടൻഷ്യൽ ഇരിക്കുവാണ്. ഇനി ഈ നെഗറ്റീവ് ഇലക്ട്രോഡ് N എന്ന് പറഞ്ഞ നെഗറ്റീവ് ഇലക്ട്രോഡ്, ആ നെഗറ്റീവ് ഇലക്ട്രോഡിന് ഒരു പൊട്ടൻഷ്യൽ കാണും. അത് നെഗറ്റീവ് ആണ്. അപ്പോ -V- എന്ന് ഞാൻ എടുക്കുവാണ്. ഓക്കെ, അപ്പോ ഇവിടുത്തെ EMF എന്ന് പറയുന്നത് ഈ പോസിറ്റീവ് ഇലക്ട്രോഡ് ഒരു പൊട്ടൻഷ്യൽ ഇരിക്കുവാണ്, നെഗറ്റീവ് ഇലക്ട്രോഡ് ഒരു നെഗറ്റീവ് പൊട്ടൻഷ്യൽ ഇരിക്കുവാണ്. അതിന്റെ ഡിഫറൻസ് എത്രയാണോ അതായിരിക്കും അവിടെ ഉണ്ടാകുന്ന EMF എന്ന് പറയുന്നത്. അപ്പൊ സർക്യൂട്ടിനെ ഡിപെൻഡ് ചെയ്യുന്നില്ല. സർക്യൂട്ടിനെ ഞാൻ വരച്ചിട്ടില്ല എന്ന് ഞാൻ വിചാരിക്കാൻ പറഞ്ഞു. ആ റെഡിൽ വരച്ചേക്കുന്ന സർക്യൂട്ട് ഇല്ലാന്ന് വിചാരിക്കാം. ഈ ബാറ്ററി മാത്രമേ ഉള്ളൂ. ബാറ്ററി ഇത് വരച്ചേക്കുന്ന ഒരു ബാറ്ററിയുടെ ഒരു മോഡൽ തന്നെയാണ്. രണ്ട് ഇലക്ട്രോഡ്സ് ഒരു ഇലക്ട്രോലൈറ്റിൽ ഡിപ്പ് ചെയ്ത് വെച്ചേക്കുവാണ്. പോസിറ്റീവ് ഇലക്ട്രോഡ് എന്ന് പറയുന്നത് P, നെഗറ്റീവ് ഇലക്ട്രോഡ് എന്ന് പറയുന്നത് N. അപ്പൊ പോസിറ്റീവ് ഇലക്ട്രോഡ് ഒരു പൊട്ടൻഷ്യൽ ഇരിക്കുവാണ്, അതിന് നമ്മൾ V+ എന്ന് എടുത്തു. അതേപോലെ നെഗറ്റീവ് ഇലക്ട്രോഡ് ഒരു നെഗറ്റീവ് പൊട്ടൻഷ്യൽ ഇരിക്കുവാണ്, അതിനെ V- എന്ന് എടുത്തു. അത് നെഗറ്റീവ് ആയതുകൊണ്ട് അവിടെ ഒരു നെഗറ്റീവ് കൊടുത്തു. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന EMF എന്ന് പറയുന്നത് ഈ പോസിറ്റീവ് ഇലക്ട്രോഡ് മൈനസ് നെഗറ്റീവ് ഇലക്ട്രോഡ് ആയിരിക്കും അവിടെ ഉണ്ടാവുന്ന EMF എന്ന് പറയുന്നത്. അവിടെ ഉണ്ടാകുന്ന ആ ഡിഫറൻസ് ആയിരിക്കും EMF എന്ന് പറയുന്നത്. അപ്പൊ എഫക്റ്റീവ്ലി വരുമ്പോൾ V++V- എന്നായിരിക്കും ഇതിന്റെ ഇലക്ട്രോ മോട്ടീവ് ഫോഴ്സ് വരുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞ ഇമ്പോർട്ടന്റ് കാര്യം പറഞ്ഞാൽ ഈ EMF കണ്ടുപിടിക്കാൻ വേണ്ടി എനിക്ക് സർക്യൂട്ടിന്റെ ആവശ്യമില്ല, ആ ബാറ്ററി മാത്രം മതി. അതായത് സോഴ്സ് മാത്രം വെച്ചാണ് നമ്മൾ EMF പറയുന്നത്. ഇനി EMF പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ കൂടെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്താണെന്ന് പറയണം. ഓക്കെ, സോ ഞാൻ നേരത്തെ പറഞ്ഞു ഈ വോൾട്ടേജ്, EMF, പൊട്ടൻഷ്യൽ ഡിഫറൻസ്, ഈ മൂന്ന് കാര്യങ്ങളും പലപ്പോഴും ഇന്റർചേഞ്ചബിൾ ആയി യൂസ് ചെയ്യാറുണ്ട്. EMF തന്നെയാണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് അല്ലെങ്കിൽ EMF തന്നെയാണ് വോൾട്ടേജ് എന്ന് പറയാറുണ്ടെങ്കിലും ഇവ തമ്മിൽ ചെറിയ ഡിഫറൻസസ് ഉണ്ട്. അപ്പൊ നമ്മൾ EMF പറഞ്ഞു. നെക്സ്റ്റ് നമുക്ക് പറയേണ്ടത് പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്താണെന്നാണ്. അപ്പൊ പൊട്ടൻഷ്യൽ ഡിഫറൻസ് പറയുമ്പോൾ എപ്പോഴും നമ്മൾ അതൊരു സർക്യൂട്ടിനായിരിക്കും പറയുന്നത്. ആ സർക്യൂട്ട് ക്ലോസ് ചെയ്തിട്ടായിരിക്കും പറയുന്നത്. അപ്പൊ ഇത്രയും നേരം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഒരു ഓപ്പൺ സർക്യൂട്ട് ആണ്. ഓപ്പൺ സർക്യൂട്ട് എന്ന് പറയുമ്പോൾ എനിക്ക് ആ ബാറ്ററി മാത്രമേ ഉള്ളൂ. അവിടെ ഞാൻ സർക്യൂട്ട് ക്ലോസ് ചെയ്തിട്ട് അവിടെ കൂടെ ഇലക്ട്രിക് കറണ്ട് ഒന്നും കടത്തി വിടുന്നില്ല. അപ്പൊ കറണ്ട് ഒന്നും അവിടെ ഇല്ലായിരുന്നു. EMF പറയാൻ വേണ്ടി എനിക്ക് കറണ്ടിന്റെ ആവശ്യമില്ല. വൺസ് ഞാൻ ഈ പൊട്ടൻഷ്യൽ ഡിഫറൻസ് പറയാൻ വേണ്ടി ഞാൻ ഈ സർക്യൂട്ട് കണക്ട് ചെയ്തു. അപ്പൊ സർക്യൂട്ട് കണക്ട് ചെയ്യുമ്പോൾ അവിടെ ഒരു റെസിസ്റ്റർ R ഞാൻ വെച്ചു. R റെസിസ്റ്റൻസ് ഉള്ള ഒരു റെസിസ്റ്റർ വെച്ചു. അതാണ് ഈ സ്പൈക്ക് പോലെ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, എന്നിട്ട് അതിനെ കണക്ട് ചെയ്തു ബാറ്ററിയായിട്ട്. എങ്ങനെ കണക്ട് ചെയ്തു? പോസിറ്റീവ് ഇലക്ട്രോഡിൽ നിന്നും നെഗറ്റീവ് ഇലക്ട്രോഡിലോട്ട് കണക്ട് ചെയ്യുവാണ്. അപ്പോ അതിൽ കൂടെ കറണ്ട് കടന്നു പോകും. എങ്ങനെ കറണ്ട് കടന്നു പോകുന്നു? പോസിറ്റീവ് ഇലക്ട്രോഡിൽ നിന്നും കറണ്ട് ഇറങ്ങും, നെഗറ്റീവ് ഇലക്ട്രോഡിൽ പോയി തീരും. ഓക്കെ, ഇങ്ങനെയായിരിക്കും പോകുന്നത്. ഇനി ഇതിന് ശേഷം ഇതിന്റെ അകത്തൂടെ കൂടെ കറണ്ട് പോകും. എങ്ങനെയാണ്? ഈ നെഗറ്റീവ് ഇലക്ട്രോഡിൽ നിന്നും പിന്നെ കണ്ടിന്യൂ ചെയ്ത് പോസിറ്റീവ് ഇലക്ട്രോഡ് വരെ വീണ്ടും കറണ്ട് എത്തുകയാണ് ചെയ്യുന്നത്. ഓക്കെ, സോ ഒരു കംപ്ലീറ്റ് സർക്യൂട്ട് ആവുകയാണ്, ഒരു ടോട്ടൽ സർക്കിൾ, ഒരു ടോട്ടൽ ലൂപ്പ് കംപ്ലീറ്റ് ചെയ്യുവാണ് ചെയ്യുന്നത്. ഓക്കെ, സോ വൺസ് നമുക്ക് അവിടുത്തെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് പറയണമെന്നുണ്ടെങ്കിൽ നമുക്ക് സർക്യൂട്ട് ക്ലോസ് ചെയ്യണം. സോ വെൻ ദ സർക്യൂട്ട് ഈസ് ക്ലോസ് ദ ബാറ്ററി ഹാസ് എ ഇന്റേണൽ റെസിസ്റ്റൻസ്. അതാണ് വളരെ ഇമ്പോർട്ടന്റ്. അപ്പോ ഈ ഇന്റേണൽ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സർക്യൂട്ട് പറയുമ്പോൾ ഞാൻ പറഞ്ഞു പുറത്ത് നമ്മൾ ഒരു റെസിസ്റ്റർ വെക്കുവാണ്, ഒരു റെസിസ്റ്റൻസ് ഉള്ള റെസിസ്റ്റർ വെക്കുവാണ്. അപ്പൊ അതൊരു എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് ആണ്. ഈ ബാറ്ററിക്ക് അകത്തല്ല, അത് ബാറ്ററിക്ക് പുറത്താണ് വെക്കുന്നത്. പിന്നെ ഞാൻ പറഞ്ഞു ഇതിൽ കൂടെ കറണ്ട് കടന്നു പോയി കഴിഞ്ഞാൽ ഇവിടെ വന്ന് തീരുകയല്ല ചെയ്യുന്നത്,
വീണ്ടും ആ കറണ്ട് ഇതിൽ കൂടെ കടന്നുപോയി പോസിറ്റീവിലെത്തി ഒരു ലൂപ്പ് ആവുകയാണ് ചെയ്യുന്നത്. ശരിയാണോ? അപ്പോ ഈ അകത്തുകൂടെ കടന്നു പോകുമ്പോൾ ഈ ബാറ്ററിയുടെ മെറ്റീരിയലിന് ഒരു റെസിസ്റ്റൻസ് ഉണ്ടാവും. എല്ലാ മെറ്റീരിയലിനും ഒരു റെസിസ്റ്റൻസ് ഉണ്ട്. ഓക്കെ, ഞാനൊരു കോപ്പർ വയർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഒരു അലുമിനിയം വയർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലതിന് റെസിസ്റ്റൻസ് കുറവായിരിക്കും, ചിലതിന് റെസിസ്റ്റൻസ് കൂടുതലായിരിക്കും. റെസിസ്റ്റൻസ് കുറഞ്ഞതിന് നമ്മൾ കണ്ടക്ടർ എന്ന് വിളിക്കും, റെസിസ്റ്റൻസ് കൂടിയതിന് ഇൻസുലേറ്റർ എന്ന് വിളിക്കും. അപ്പോൾ റെസിസ്റ്റൻസ് കുറവായിരിക്കാം, കൂടുതലായിരിക്കാം, പക്ഷെ എല്ലാത്തിനും ഒരു റെസിസ്റ്റൻസ് ഉണ്ട്. അപ്പൊ അതേപോലെ ഇവിടെ അകത്ത് ഈ ലൂപ്പ് ക്ലോസ് ചെയ്യുമ്പോൾ ഈ കറണ്ട് എന്ന് പറയുന്നത് ഇതിന്റെ അകത്തുകൂടെ നെഗറ്റീവ് ഇലക്ട്രോഡിൽ നിന്നും പോസിറ്റീവ് ഇലക്ട്രോഡിലോട്ട് പോകുന്നത് ബാറ്ററിയുടെ അകത്തുകൂടെയാണ്. അപ്പൊ ബാറ്ററിയുടെ അകത്ത് ഒരു റെസിസ്റ്റൻസ് ഉണ്ടാവും. ആ റെസിസ്റ്റൻസിനെ നമ്മൾ ഇന്റേണൽ റെസിസ്റ്റൻസ് എന്ന് വിളിക്കും. അപ്പൊ ഇന്റേണൽ റെസിസ്റ്റൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബാറ്ററിക്ക് അകത്തുള്ള മെറ്റീരിയൽ കാരണം ഒരു സർക്യൂട്ടിൽ ഉണ്ടാവുന്ന റെസിസ്റ്റൻസിനെ നമ്മൾ ഇന്റേണൽ റെസിസ്റ്റൻസ് എന്ന് പറയും. ഓക്കെ, അപ്പൊ ലെറ്റ്സ് സേ ആ ഇന്റേണൽ റെസിസ്റ്റൻസിനെ നമ്മൾ സ്മോൾ ആർ കൊണ്ട് എടുക്കുവാണ് എന്ന് വെച്ചോളാം. ഇത് വേറെ നൊട്ടേഷനും കൂടെ ആവാൻ കേട്ടോ, എന്ത് നൊട്ടേഷൻ വേണോ നമ്മൾ സ്മോളർ ആയിട്ട് എടുത്തു. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ പൊട്ടൻഷ്യൽ ഡിഫറൻസ്, നെറ്റ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് നമ്മൾ പറയുവാണെന്നുണ്ടെങ്കിൽ, നമ്മൾ നേരത്തെ പറഞ്ഞു അവിടെ ഉണ്ടാകുന്ന ഇ എം എഫ് എന്ന് പറയുന്നത് വി പ്ലസ് മൈനസ് ഓഫ് മൈനസ് വി മൈനസ് എന്ന് പറഞ്ഞു, വിച്ച് ഇസ് വി പ്ലസ് പ്ലസ് വി മൈനസ്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിന്റെ കൂടെ ഒരു ഇന്റേണൽ റെസിസ്റ്റൻസ് വരുമ്പോൾ ആ ഇന്റേണൽ റെസിസ്റ്റൻസ് കാരണവും ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടാവും. നമുക്ക് ഓംസ് ലോ വെച്ച് അറിയാം. ഓംസ് ലോ വെച്ച് പറഞ്ഞത് എന്തുവാ? വി ഈക്വൽ ടു ഐ ഇൻറ്റു ആർ എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇന്റേണൽ റെസിസ്റ്റൻസ് കാരണം അവിടെ ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത് ഐ ഇൻറ്റു സ്മോൾ ആർ ആയിരിക്കും. ഓക്കെ, ഇനി ശ്രദ്ധിക്കാം, ഈ കറണ്ട് ഏത് ഡയറക്ഷനിലാണോ സർക്യൂട്ടിൽ ഓടുന്നത്, ഈ ഡയറക്ഷനിലായിരുന്നു സർക്യൂട്ടിൽ ഓടിയത്, അതിന്റെ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ഇന്റേണൽ റെസിസ്റ്റൻസിൽ കൂടെ ഓടുന്നത്. ഓക്കെ, അപ്പോ നമ്മൾ ഐ ആർ എന്ന് പറഞ്ഞ ആ കമ്പോണന്റ് ഇതിന്റെ കൂടെ ആഡ് ചെയ്യുമ്പോൾ അവിടെ ഒരു നെഗറ്റീവ് സിമ്പിൾ ആണ് വരേണ്ടത്, കാരണം ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആണ്. ഓക്കെ, സോ എനിക്കുള്ള നെറ്റ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ ഇ എം എഫ് വി പ്ലസ് മൈനസ് വി മൈനസ്, ഇവിടെ പറഞ്ഞ സാധനം തന്നെ, ആ ഇ എം എഫിന്റെ കൂടെ ഒരു ഇന്റേണൽ റെസിസ്റ്റൻസ് കാരണമുള്ള ഒരു പൊട്ടൻഷ്യൽ ഡ്രോപ്പും കൂടെ ഉണ്ടാവും. ഓക്കെ, അപ്പോ എനിക്ക് നെറ്റ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത് എപ്പോഴും അകത്തുണ്ടാവുന്ന ഈ സെല്ലിന്റെ ഇ എം എഫിന്റെ കാട്ടിലും കുറച്ചുകൂടെ കുറവായിരിക്കും, കാരണം അതിന് ഒരു ഇന്റേണൽ റെസിസ്റ്റൻസ് ഉണ്ട്. ഓക്കെ, ഇനി ശ്രദ്ധിക്കാം, ഈ പുറത്തുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് നമ്മൾ പറഞ്ഞ വി, ആ വിന് നമുക്കറിയാം, ഈ റെസിസ്റ്റർ നോക്കിക്കഴിഞ്ഞാൽ ആ വിന് ഒരു എക്സ്പ്രഷൻ ഉണ്ട് വീണ്ടും ഓംസ് ലോ വെച്ചിട്ട്, വിച്ച് ഇസ് ഐ ഇൻറ്റു ആർ, ഐ ഇൻറ്റു ക്യാപിറ്റൽ ആർ. ഓക്കെ, അപ്പോ ഈ വിക്ക് പകരം ഞാൻ ഐ ഇൻറ്റു ക്യാപിറ്റൽ ആർ ബൈ ഓംസ് ലോ എഴുതുവാണ്. ഓക്കെ, സോ റൈറ്റ് സൈഡ് ഇങ്ങനെ തന്നെ നിൽക്കും, ലെഫ്റ്റ് സൈഡിൽ ഞാൻ ഐ ഇൻറ്റു ക്യാപിറ്റൽ ആർ എന്ന് എഴുതി. ഓക്കെ, വിച്ച് വുഡ് മീൻ ദാറ്റ് എന്റെ നെറ്റ് ഇക്വേഷൻ എന്നാൽ ഐ ഇൻറ്റു ക്യാപിറ്റൽ ആർ ഈക്വൽ ടു വി പ്ലസ് നെഗറ്റീവ് ഓഫ് നെഗറ്റീവ് വി മൈനസ്, വിച്ച് ഇസ് പ്ലസ് വി മൈനസ് മൈനസ് ഓഫ് ഐ ആർ. ഇതാണ് എന്റെ നെറ്റ് പൊട്ടൻഷ്യൽ ഡിഫറൻസിന്റെ ഇക്വേഷൻ. അങ്ങനെയാണെങ്കിൽ എനിക്ക് അവിടെ ഐ ആണ് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ഐ ഉള്ള ടേംസ് എല്ലാം ഇപ്പുറത്ത് കൊണ്ടുവരാം. ഓക്കെ, സോ ഈ ഐ ആർ എന്ന് പറയുന്നത് ഈ ഈക്വൽ ടു സിമ്പിളിന്റെ അപ്പുറത്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇവിടെ നെഗറ്റീവ് ഐ ആർ ആയിരുന്നു, അവിടെ അത് അപ്പുറത്ത് വരുമ്പോൾ പോസിറ്റീവ് ഐ ആർ ആയി, വിച്ച് മീൻസ് ദാറ്റ് ഐ ആർ പ്ലസ് ഐ സ്മോൾ ആർ, അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്, വിൽ ബി ഈക്വൽ ടു വി പ്ലസ് പ്ലസ് വി മൈനസ് എന്ന് പറഞ്ഞു, വിച്ച് ഇസ് ഇ എം എഫ്. ഓക്കെ, സോ ഐ ആർ പ്ലസ് ഐ സ്മോൾ ആർ will be equal to EMF. അങ്ങനെയാണെങ്കിൽ എനിക്ക് I എങ്ങനെ എഴുതാം? I കോമൺ എടുത്തു കഴിഞ്ഞാൽ I into R plus R equal to EMF. R plus R ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് I നെ എഴുതാം EMF divided by R plus R. ഇതായിരിക്കും എനിക്ക് ഒരു ബാറ്ററിയിൽ നിന്നും കിട്ടാവുന്ന കറന്റ്. അല്ലെ, ഏതൊരു ബാറ്ററി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ബാറ്ററിക്ക് ഒരു EMF ഉണ്ടാവും, അതേപോലെ തന്നെ പുറത്തൊരു റെസിസ്റ്റർ ഉണ്ടാവും, അകത്തൊരു ഇന്റേണൽ റെസിസ്റ്റർ സ്മോൾ ആർ ഉണ്ടാവും. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് അതിൽ നിന്നും കിട്ടാവുന്ന കറണ്ടിന്റെ വാല്യൂ ആണ് ഞാൻ ഈ പറഞ്ഞത്. ഇനി ഒരു കാര്യം ശ്രദ്ധിക്കാം, നമുക്ക് ഈ ബാറ്ററിയിൽ നിന്നും മാക്സിമം കറണ്ട് ഊറ്റിയെടുക്കണം എന്ന് ഞാൻ വിചാരിക്കുവാണ്. അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്ത് ചെയ്താൽ മതി? ഈ ഡിനോമിനേറ്ററിനെ എനിക്ക് മിനിമൈസ് ചെയ്താൽ മതി. ഡിനോമിനേറ്ററിനെ മിനിമൈസ് ചെയ്യാൻ എനിക്ക് ഇന്റേണൽ റെസിസ്റ്റൻസിനെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. കാരണം എന്താ, ബാറ്ററി ഉണ്ടായാലേ പറ്റൂ, ബാറ്ററി അവിടെ നിന്നേ പറ്റൂ. അപ്പൊ ബാറ്ററി നിൽക്കുമ്പോൾ ബാറ്ററിക്ക് എപ്പോഴും ഒരു ഇന്റേണൽ റെസിസ്റ്റൻസ് ഉണ്ടാവും. അപ്പൊ ആ സ്മോൾ ആറിനെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ എനിക്ക് പകരം എന്ത് ചെയ്യാം, ഇവിടെ ഉണ്ടാവുന്ന ഈ റെസിസ്റ്ററിനെ ഞാൻ എടുത്ത് കളഞ്ഞു കഴിഞ്ഞാൽ, അതിനെ സീറോ ആക്കി കഴിഞ്ഞാൽ എനിക്ക് എന്ത് പറ്റും?
ഇവിടെ ഉള്ള ഈ ഡിനോമിനേറ്റർ എന്ന് പറയുന്നത് ഈ ഇ എം എഫ് ഡിവൈഡഡ് ബൈ ആർ എന്നാണ്, സ്മോൾ ആർ എന്നാണ്. ഓക്കെ, അതായിരിക്കും ആ കറണ്ടിൽ നിന്നും വരുന്ന ആ ബാറ്ററിയിൽ നിന്നും വരുന്ന മാക്സിമം പോസിബിൾ കറന്റ്. ഓക്കെ, അപ്പോ ഒരു ബാറ്ററി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്നും മാക്സിമം എത്ര കറണ്ട് എക്സ്ട്രാക്ട് ചെയ്യാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഉത്തരം എന്ന് പറയുന്നത് അതിന്റെ ഇ എം എഫ് ഡിവൈഡഡ് ബൈ ഇന്റേണൽ റെസിസ്റ്റൻസ് ആയിരിക്കും അതിൽ നിന്നും കിട്ടാവുന്ന മാക്സിമം കറണ്ട് എന്ന് പറയുന്നത്. പക്ഷെ പലപ്പോഴും നമ്മൾ പ്രാക്ടിക്കലി ചെയ്യുമ്പോൾ ഇത്രയും കറണ്ട് ഒന്നും നമുക്ക് എടുക്കാൻ പറ്റാറില്ല, കാരണം പ്രാക്ടിക്കൽ ലിമിറ്റേഷൻസ് പലപ്പോഴും ഉണ്ടാവാറുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ എന്താ ഡിസ്കസ് ചെയ്ത, ആദ്യം ഇ എം എഫിനെ കുറിച്ച് പറഞ്ഞു. എന്താ ഇ എം എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനർജി പെർ യൂണിറ്റ് ചാർജ് ഇംപാർട്ടഡ് ഫ്രം എ സോഴ്സ്. ആ സോഴ്സ് എന്ന് പറയുന്നത് ബാറ്ററി ആവാം, ജനറേറ്റർ ആവാം, എന്ത് സോഴ്സ് വേണോ. ഓക്കെ, അതിനെയാണ് നമ്മൾ ഇ എം എഫ് എന്ന് പറയുന്നത്. ഇലക്ട്രോ മോട്ടീവ് ഫോഴ്സ് ആണ്. ഈവൻ ദോ അതിനെ ഇലക്ട്രോ മോട്ടീവ് ഫോഴ്സ് എന്ന് വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊരു ഫോഴ്സ് അല്ല, പകരം അത് പൊട്ടൻഷ്യലിന്റെ അല്ലെങ്കിൽ അത് വോൾട്ടേജിന്റെ ഒരു വേരിയന്റ് തന്നെയാണ്. അതുകൊണ്ടാണ് നമ്മൾ എനർജി പെർ യൂണിറ്റ് ചാർജ് എന്ന് പറയുന്നത്. അതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? പോസിറ്റീവ് ഇലക്ട്രോഡ് ഒരു പൊട്ടൻഷ്യലിൽ നിൽക്കും, നെഗറ്റീവ് ഇലക്ട്രോഡ് വേറൊരു പൊട്ടൻഷ്യലിൽ നിൽക്കും. അതിന്റെ ഡിഫറൻസ് എടുത്തു കഴിഞ്ഞാൽ എനിക്ക് അവിടെ ഉള്ള ഇ എം എഫ് കിട്ടും, വിച്ച് ഇസ് വി പ്ലസ് മൈനസ് ഓഫ് മൈനസ് വി മൈനസ്. ഈ മൈനസ് വരാൻ കാരണം നെഗറ്റീവ് ഇലക്ട്രോഡ് ആയതുകൊണ്ടാണ്. അപ്പൊ നെറ്റ് ഇ എം എഫ് എന്ന് പറയുന്നത് വി പ്ലസ് പ്ലസ് വി മൈനസ് എന്ന് പറയും. ഇനി ഇതെന്ന് പറയുന്നത് ഓപ്പൺ സർക്യൂട്ട് ആണ്. ഓപ്പൺ സർക്യൂട്ട് എന്ന് പറയുന്നത് ഈ സർക്യൂട്ട് ഒന്നും വേണ്ട ഇ എം എഫ് പറയാൻ. സെല്ലുണ്ടോ അതിനൊരു ഇ എം എഫ് ഉണ്ട്. ഓക്കെ, എന്നിട്ട് നമ്മൾ നെക്സ്റ്റ് പറഞ്ഞത് ഈ സെല്ലുള്ളപ്പോൾ അതിനൊരു ഇ എം എഫ് ഉള്ളതുപോലെ തന്നെ ഈ സർക്യൂട്ട് ക്ലോസ് ചെയ്യുമ്പോൾ അതിനൊരു ഇന്റേണൽ റെസിസ്റ്റൻസ് കാണും. കാരണം എന്താ? കറണ്ട് ലൂപ്പ് ചെയ്ത് തിരിച്ച് പോസിറ്റീവ് ഇലക്ട്രോഡിലോട്ട് പോകണം. അതെങ്ങനെയാ പോകുന്നത്? ബാറ്ററിയുടെ അകത്തുള്ള ആ ഇലക്ട്രോലൈറ്റ് വഴി തന്നെയാണ് പോകുന്നത്. അപ്പൊ ആ ഇലക്ട്രോലൈറ്റിന് ഒരു റെസിസ്റ്റൻസ് ഉണ്ടാവും, അതിനെയാണ് നമ്മൾ ഇന്റേണൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പൊ ആ ഇന്റേണൽ റെസിസ്റ്റൻസിനെ നമ്മൾ സ്മോൾ ആർ കൊണ്ട് വിളിക്കുന്നു. അങ്ങനെയാണെങ്കിൽ സർക്യൂട്ടിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത് ഈ ഇ എം എഫിനെക്കാട്ടിലും കുറവായിരിക്കും. അതാണ് നമ്മൾ ഇവിടെ എഴുതിയത്. നെറ്റ് ഇ എം എഫ് വി പ്ലസ് പ്ലസ് വി മൈനസ് മൈനസ് കറന്റ് ഇൻറ്റു ഇന്റേണൽ റെസിസ്റ്റൻസ് ആയിരിക്കും സർക്യൂട്ടിൽ ഉണ്ടാവുന്ന നെറ്റ് ഇ എം എഫ് അല്ലെങ്കിൽ നെറ്റ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നു. ഇനി അതിനുശേഷം നമ്മൾ ഒരു ബാറ്ററിയിൽ നിന്നും കറണ്ട് എത്രത്തോളം എടുക്കാൻ പറ്റും എന്നുള്ള കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. അതിന്റെ മാക്സിമം കറണ്ട് ആണ് എപ്സിലോൺ ഡിവൈഡഡ് ബൈ ആർ അല്ലെങ്കിൽ ഇ എം എഫ് ഡിവൈഡഡ് ബൈ സ്മോൾ ആർ, വിച്ച് ഇസ് ഇ എം എഫ് ഡിവൈഡഡ് ബൈ ഇന്റേണൽ റെസിസ്റ്റൻസ്. ഇനി ഇമ്പോർട്ടന്റ് ആയിട്ട് പലപ്പോഴും പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് ഇ എം എഫും പൊട്ടൻഷ്യൽ ഡിഫറൻസും തമ്മിലുള്ള ഡിഫറൻസ് ചോദിക്കാറുണ്ട്. എന്താണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം? കാരണം ഞാൻ പറഞ്ഞു പലരും വോൾട്ടേജ്, പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആൻഡ് ഇ എം എഫ് ഈ മൂന്ന് കാര്യങ്ങളും ഇന്റർചേഞ്ചബിൾ ആയിട്ട് യൂസ് ചെയ്യും, ഒന്നിന് പകരം മറ്റൊന്നായിട്ട് യൂസ് ചെയ്യും. പക്ഷെ അങ്ങനെ യൂസ് ചെയ്യാൻ പാടില്ല, അവ തമ്മിൽ ചെറിയ ചെറിയ ഡിഫറൻസസ് ഉണ്ട്. അപ്പൊ അതെന്താണെന്ന് നോക്കാം. ആദ്യത്തെ കാര്യം നമ്മൾ പറയുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യമേ പറഞ്ഞു എന്താ ഇ എം എഫ് എന്ന് പറയുന്നത് ഈ ഇലക്ട്രോൺസ് തമ്മിലുള്ള പൊട്ടൻഷ്യലിലുള്ള ഡിഫറൻസ്, അത്രയും നമ്മൾ പറയുന്നു. ഓക്കെ, അവിടെ സർക്യൂട്ട് വേണ്ട, അവിടെ വേറെ ഒന്നും വേണ്ട. ഒരു ബാറ്ററി ഉണ്ടോ, ബാറ്ററിക്ക് രണ്ട് ഇലക്ട്രോൺസ് ഉണ്ടോ, ഏത് ബാറ്ററി എടുത്താലും കേട്ടോ, ഈ ഇങ്ങനത്തെ ബാറ്ററി തന്നെ ആവണമെന്നില്ല, നമ്മുടെ സെല്ല് എടുത്താലും ഒരു പോസിറ്റീവ് ഉണ്ടോ ഒരു നെഗറ്റീവ് ഉണ്ടോ, പോസിറ്റീവിന് ഒരു പൊട്ടൻഷ്യൽ കാണും, നെഗറ്റീവിന് ഒരു പൊട്ടൻഷ്യൽ കാണും. ഇവ തമ്മിലുള്ള സബ്ട്രാക്ട് ഇതിൽ നിന്ന് സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് അവിടുത്തെ ഇ എം എഫ് കിട്ടിക്കഴിഞ്ഞു. അതിന് സർക്യൂട്ടും വേണ്ട, ഒന്നും വേണ്ട. പക്ഷേ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണെന്നുണ്ടെങ്കിൽ വോൾട്ടേജ് ഡിഫറൻസ് ഇൻ എ ക്ലോസ്ഡ് സർക്യൂട്ട്, ഇത് ഓപ്പൺ സർക്യൂട്ട്. ഓപ്പൺ സർക്യൂട്ട് മീൻസ് സർക്യൂട്ട് ഇല്ല. ഓക്കെ, ക്ലോസ്ഡ് സർക്യൂട്ട് എന്ന് പറയുമ്പോൾ ഒരു സർക്യൂട്ട് കംപ്ലീറ്റ് ആകുമ്പോൾ മാത്രമേ നമുക്ക് പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്നുള്ളത് പറയാൻ പറ്റത്തുള്ളൂ. അത് ഏത് പോയിന്റ് വേണോ പറയാം. ഇപ്പോൾ എനിക്ക് വേണമെങ്കിൽ ഈ പോയിന്റും തമ്മിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് പറയാം, അല്ലെങ്കിൽ ഈ പോയിന്റും തമ്മിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് പറയാം. അങ്ങനെ ഏത് രണ്ട് പോയിന്റ് തമ്മിലും എനിക്ക് പൊട്ടൻഷ്യൽ ഡിഫറൻസ് പറയാം. പക്ഷെ അത് എപ്പോഴായിരിക്കും അത് പറയുന്നത്? ക്ലോസ്ഡ് സർക്യൂട്ടിൽ മാത്രമായിരിക്കും. ഇനി രണ്ടാമത്തെ, ദിസ് ഇസ് ഓൾവേസ് ഇൻഡിപെൻഡന്റ്. ഇ എം എഫ് എന്ന് പറയുന്നത് ഇസ് ഓൾവേസ് ഇൻഡിപെൻഡന്റ് ഓഫ് റെസിസ്റ്റൻസ് ഓഫ് സർക്യൂട്ട്. കാരണം സർക്യൂട്ട് ഇല്ല. അപ്പൊ സർക്യൂട്ട് ഇല്ലാത്തപ്പോൾ സർക്യൂട്ടിന്റെ റെസിസ്റ്റൻസ് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. ആൻഡ് ഇറ്റ് ഇസ് ഡിപെൻഡന്റ് ഓൺലി ബേസ്ഡ് ഓൺ നേച്ചർ ഓഫ് ഇലക്ട്രോലൈറ്റ്സ്. ഓക്കെ, ഈ ഇലക്ട്രോലൈറ്റ് എന്താണോ അതിനനുസരിച്ച് മാത്രമേ ഇരിക്കാൻ പറ്റത്തുള്ളൂ. ഈ ഇലക്ട്രോലൈറ്റ് ഞാൻ മാറ്റിക്കഴിഞ്ഞാൽ ഇ എം എഫ് ചിലപ്പോൾ മാറുമായിരിക്കും. അപ്പൊ എന്താണ് ഇലക്ട്രോലൈറ്റ് നേച്ചർ, അതിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. പുറത്തുള്ള റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്, പുറത്ത് റെസിസ്റ്റൻസേ ഇല്ല, സർക്യൂട്ടേ ഇല്ല, അപ്പൊ പിന്നെ അതിനെ ഡിപ്പെൻഡ് ചെയ്യത്തില്ല. ഓക്കെ, അറ്റ് ദ സെയിം ടൈം പൊട്ടൻഷ്യൽ ഡിഫറൻസ് പറയുന്നത് എപ്പോഴും നമ്മൾ പറഞ്ഞ ഓംസ് ലോ പ്രകാരം പറയുന്നത് എന്തുവാ? പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഈക്വൽ ടു ഐ ഇൻറ്റു ആർ. ഈ ആർ എന്ന് പറയുന്നത് റെസിസ്റ്റൻസ് ആണ്. അപ്പൊ പുറത്തുള്ള റെസിസ്റ്റൻസിനെ എപ്പോഴും ഡിപ്പെൻഡ് ചെയ്തായിരിക്കും അവിടെ ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറഞ്ഞ സാധനം. ഈ മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെന്ന് പറയുന്ന ഒരു കോസ് ആണ്. ഓക്കെ,
EMF എന്ന് പറയുന്ന കോസ് ആണ്. അതായത് ഇലക്ട്രിസിറ്റി ഫ്ലോ ചെയ്യാൻ എന്താണോ പ്രേരിപ്പിക്കുന്നത്, എന്ത് കാരണമാണോ ഇലക്ട്രിസിറ്റി ഫ്ലോ ചെയ്യുന്നത് അല്ലെങ്കിൽ കറണ്ട് ഫ്ലോ ചെയ്യുന്നത്, അതാണ് EMF, കോസ് ആണ്. ഓക്കെ, പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത് ഈ കറണ്ട് ഓടിക്കഴിഞ്ഞാൽ എന്ത് കിട്ടുമോ അതിനെയാണ് നമ്മൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് പറയുന്നത്. അപ്പൊ ഒന്ന് കോസ് ആണ്, മറ്റത് ഇഫക്റ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഈ 3 ഡിഫറൻസസ് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. കാരണം പലപ്പോഴും ഈ രണ്ടും തമ്മിൽ ആൾക്കാർ കൺഫ്യൂസ് ആവാറുണ്ട്. അപ്പൊ ഒന്ന് ഓപ്പൺ സർക്യൂട്ട് ആണ്, മറ്റത് ക്ലോസ്ഡ് സർക്യൂട്ട് ആണ്. ഒന്ന് റെസിസ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, അതിനുള്ളിൽ ഇലക്ട്രോലൈറ്റ് നേച്ചർ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. മറ്റൊന്ന് പറയുന്നത് റെസിസ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും. ഒന്ന് കോസ് ആണ്, മറ്റൊന്ന് പറയുന്നത് ഇഫക്റ്റ് ആണ്. ഓക്കെ, അപ്പോ നെക്സ്റ്റ് ടോപ്പിക്കിലോട്ട് നമുക്ക് പോവാം. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കോമ്പിനേഷൻ ഓഫ് റെസിസ്റ്ററിനെ കുറിച്ച് പഠിച്ചായിരുന്നു. കുറെ റെസിസ്റ്റർ ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ആദ്യം ഒരു റെസിസ്റ്റർ എടുത്തു, ഇത് 5 ഓം ആണ്. ഇതിന്റെ കൂടെ മറ്റൊരു റെസിസ്റ്റർ എടുത്ത് വെച്ച് ജോയിൻ ചെയ്തു, ഇത് 10 ഓം ആണ്. അപ്പോൾ സീരീസിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും? 5 + 10 15 എന്നുള്ളത് നമ്മൾ പറഞ്ഞായിരുന്നു. പാരലലിൽ ജോയിൻ ചെയ്താൽ, ബ്രാഞ്ച് ചെയ്ത് പാരലൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും? റെസിപ്രോക്കൽ എടുക്കണം എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞു. അപ്പൊ ഇത് അറിഞ്ഞുകൂടാത്തവർ കഴിഞ്ഞ ക്ലാസ് കണ്ടിട്ട് വരിക. അപ്പോൾ അത് നമ്മൾ റെസിസ്റ്റൻസിന് വേണ്ടിയിട്ടാണ് പറഞ്ഞത്. ഇത് നമ്മൾ ഇതേ സാധനം സെൽസിന് വേണ്ടി പറയും. 2 സെല്ലുണ്ട്, ഇത് ഈ ഒരു സെൽ, ഈ ഒരു സെൽ. ഈ സെല്ലിനെ എടുത്ത് നമ്മൾ സീരീസിൽ വെക്കണം, 2 സെല്ലിനെ കണക്ട് ചെയ്തു. അപ്പോൾ എന്ത് സംഭവിക്കും? എത്രമാത്രം പൊട്ടൻഷ്യൽ EMF പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടാവും, അതേപോലെ ഇന്റേണൽ റെസിസ്റ്റൻസ് എങ്ങനെ ഉണ്ടാവും, ഈ കാര്യങ്ങളും അതേപോലെ പാരലൽ ആകുമ്പോൾ എങ്ങനെ ഉണ്ടാവും എന്നുള്ളതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പൊ ആദ്യം നമുക്ക് സീരീസ് കോമ്പിനേഷൻ നോക്കാം. സീരീസ് കോമ്പിനേഷനിൽ ഞാൻ പറയുവാണ്, ഇതൊരു ബാറ്ററി, മറ്റൊരു ബാറ്ററി, മറ്റൊരു ബാറ്ററി, മറ്റൊരു ബാറ്ററി, അങ്ങനെ n നമ്പർ ഓഫ് ബാറ്ററീസ് ഞാൻ കണക്ട് ചെയ്യുവാണ്. ഓക്കെ, അപ്പൊ n സെൽസ് ഉണ്ട്, നമ്മൾ എഴുതിയിരിക്കുന്നത് n സെൽസ് ഉണ്ട്. അപ്പൊ ഓരോന്നിന്റെയും EMF എന്ന് പറയുന്നത് ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ്. ഞാൻ പറഞ്ഞു സെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ EMF മാത്രമേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ EMF E1 E2 E3 എക്സെട്ര അപ് ടു En വരെയാണ് അതിന്റെ EMF. അപ്പൊ സീരീസിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ സംഭവം സിമ്പിൾ ആണ്. എന്ത് പറഞ്ഞാൽ മതി? നെറ്റ് EMF, അതായത് ഞാൻ 2 ബാറ്ററി കണക്ട് ചെയ്തു, സീരീസിൽ കണക്ട് ചെയ്തു. സീരീസ് എന്ന് പറഞ്ഞാൽ അടുത്തടുത്ത് ഒരേ സർക്യൂട്ടിൽ ഒരേ ലൈൻ. ഓക്കെ, അപ്പോൾ കണക്ട് ചെയ്തു. ഇത് 5 വോൾട്ട് ആയിരുന്നു ഇതിന്റെ EMF, 5 വോൾട്ട് ആണ് ഇതിന്റെ EMF. ചേർത്ത് കഴിഞ്ഞാൽ എനിക്ക് കിട്ടുന്നത് 10 വോൾട്ട് ആയിരിക്കും. സിമ്പിൾ, സം ചെയ്താൽ മതി. ഓക്കെ, സോ നെറ്റ് EMF എന്ന് പറയുന്നത് സം ഓഫ് ഓൾ സെൽസ് ആയിരിക്കും. ഓക്കെ, സം ഓഫ് ഓൾ EMF ഓഫ് സെൽസ് ആണ്. ഓക്കെ, സോ ഏതൊക്കെ സെല്ലിന്റെ EMF ഉണ്ടോ ആ EMF എല്ലാം കൂടെ എടുത്തു വെച്ച് അങ്ങനെ ആഡ് ചെയ്താൽ അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. E1 + E2 + എക്സെട്ര അപ് ടു En ആണ് നെറ്റ് EMF വരുന്നത്. ഇനി ഇന്റേണൽ റെസിസ്റ്റൻസ്, ഈ ഓരോ സെല്ലിനും ഓരോ ഇന്റേണൽ റെസിസ്റ്റൻസ് ഉണ്ട്. അത് R1 R2 R3 എക്സെട്ര അപ് ടു Rn ആണെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പൊ അവിടെ ഉണ്ടാവുന്ന നെറ്റ് ഇന്റേണൽ റെസിസ്റ്റൻസ്, ഞാൻ നേരത്തെ പറഞ്ഞത് സീരീസിൽ റെസിസ്റ്റൻസ് കണക്ട് ചെയ്യുമ്പോൾ, ഇവിടെ സെൽ കണക്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ അർത്ഥം മതി. ഇതിൽ ഓരോന്നും ഓരോ കുഞ്ഞ് റെസിസ്റ്റർ ഉണ്ടെന്ന് വിചാരിക്കാം. ഇതൊരു റെസിസ്റ്റർ, വീണ്ടും ഒരു റെസിസ്റ്റർ, വീണ്ടും ഒരു റെസിസ്റ്റർ. അപ്പോ ഓരോ സെല്ല് കണക്ട് ചെയ്യുമ്പോഴും R1 ഉള്ള റെസിസ്റ്റർ ഒരെണ്ണം കണക്ട് ചെയ്തു, R2 ഉള്ള റെസിസ്റ്റർ കണക്ട് ചെയ്തു, R3 ഉള്ള റെസിസ്റ്റർ കണക്ട് ചെയ്തു. എഫക്റ്റീവ്ലി അവിടെ റെസിസ്റ്റൻസ് തന്നെയാണ് കണക്ട് ആവുന്ന പോലെ, അതേ എഫക്റ്റ് ആണ്. മനസ്സിലാവും, സെല്ലാണ് കണക്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിലും അതിന്റെ ഇന്റേണൽ റെസിസ്റ്റൻസ് സീരീസിൽ റെസിസ്റ്റൻസ് പോലെ തന്നെയാണ് കണക്ട് ആവുന്നത്. അപ്പോ റെസിസ്റ്റൻസ് സീരീസിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് എഫക്ട് ഉണ്ടാവോ അതേ എഫക്റ്റ് ആയിരിക്കും ഈ സെൽസ് അതല്ലെങ്കിൽ ഇന്റേണൽ റെസിസ്റ്റൻസ് സീരീസിൽ കണക്ട് ചെയ്താൽ എന്ന് വെച്ചാൽ ആഡ് ചെയ്താൽ മതി. അപ്പൊ 2 കേസിലും എനിക്ക് ജസ്റ്റ് ആഡ് ചെയ്താൽ മതി എപ്പോഴാണ് സീരീസിൽ കണക്ട് ചെയ്യുമ്പോൾ. അപ്പോൾ സെൽസ് സീരീസിൽ കണക്ട് ചെയ്താൽ സംഭവം സിമ്പിൾ ആണ്. EMF കണ്ടുപിടിക്കണോ, ആഡ് ചെയ്യുക. ഇന്റേണൽ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കണോ, ആഡ് ചെയ്യുക, തീർന്നു. ഓക്കെ, ഇനി നമുക്ക് പാരലലിലോട്ട് വരാം. ഓക്കെ, ഈ സർക്യൂട്ട് ഞാൻ വരയ്ക്കുവാണ്. ഓക്കെ, സോ ഈ പർട്ടിക്കുലർ സർക്യൂട്ട് ആണ്. ആദ്യത്തിൽ ഒരു സെല്ലുണ്ട്, രണ്ടാമത്തെ ഒരു സെല്ലുണ്ട്, ഓക്കെ. ആൻഡ് ഞാനിതിൽ ഓരോ പോയിന്റ്സ് ആയിട്ട് എടുക്കുവാണ്. ലെറ്റ്സ് സേ ഇത് പോയിന്റ് എ, പുറത്തുള്ള ഒരു പോയിന്റ് ആണ്, പോയിന്റ് ബി, പോയിന്റ് സി ആൻഡ് പോയിന്റ് ഡി. അതായത് ബി എന്ന് പറയുന്നത് ജംഗ്ഷൻ ആവുന്ന പോയിന്റ്, സി എന്ന് പറയുന്നത് ജംഗ്ഷൻ തിരിച്ച് കയറുന്ന പോയിന്റ്, ഡി എന്ന് പറയുന്നത് എക്സ്റ്റേണലി ഉള്ള ഒരു പോയിന്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇതിൽ കൂടെ ഒരു I കറണ്ട് വരുന്നു. കഴിഞ്ഞ സെഷനിൽ നമ്മൾ പറഞ്ഞതാണ്, പാരലൽ കണക്ഷൻ വരുമ്പോൾ അവിടെ എപ്പോഴും വോൾട്ടേജ് സെയിം ആയിരിക്കും.
കറണ്ട് ഡിഫറെന്റ് ആയിരിക്കും. നിങ്ങൾ ആലോചിക്കുമ്പോൾ നിങ്ങളുടെ വീട്ടിലുള്ള കണക്ഷൻ ആലോചിച്ചാൽ മതി. ഓരോ പ്ലഗ് പോയിന്റ് നോക്കുമ്പോഴും ഓരോ പ്ലഗ് പോയിന്റിലും നമുക്ക് കിട്ടുന്നത് 240 വോൾട്ട് തന്നെയാണ്. പക്ഷെ അവിടെ കിട്ടുന്ന കറണ്ട് ഡിഫറെന്റ് ആണ്. അപ്പോ ഒരു ഐ കറണ്ട് വന്നു കഴിഞ്ഞാൽ ആ ഐ കറണ്ട് ഭാഗിച്ച് I1 I2 I ഇവിടെ കയറിപ്പോകും. ഓക്കെ, ആൻഡ് ഈ സർക്യൂട്ട് തിരിച്ചു വന്ന് കയറുമ്പോൾ ഈ I1 I2 ജോയിൻ ചെയ്ത് വീണ്ടും I ആയി തന്നെ മാറും. എന്ന് പറഞ്ഞാൽ ഇവിടെ 5 ആംപിയർ ആണ് ഉണ്ടായതെന്നുണ്ടെങ്കിൽ മേ ബി 3 ആംപിയർ ഇപ്പുറത്തും 2 ആംപിയർ ഇപ്പുറത്തും ആയിട്ടായിരിക്കും പോകുന്നത്. ആൻഡ് തിരിച്ചത് കയറി 5 ആംപിയർ ആയിട്ട് തന്നെ പുറത്ത് വരും. ഓക്കെ, അപ്പോ ഐ കറണ്ട് എന്ന് പറയുന്ന ബ്രാഞ്ച് ആവും. നമുക്ക് എന്ത് എഴുതാൻ പറ്റും? നമുക്ക് എഫക്റ്റീവ് എഴുതാൻ പറ്റും I ഈക്വൽ ടു I1 പ്ലസ് I2 എന്നുള്ളത് നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് പൊട്ടൻഷ്യൽ ഡിഫറൻസ് നോക്കാം. പൊട്ടൻഷ്യൽ ഡിഫറൻസ് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ എനിക്ക് 2 പോയിന്റ്സ് തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ ഈ ബി പോയിന്റും സി പോയിന്റും അതിലാണല്ലോ ഈ സെല്ല് കണക്ട് ചെയ്തിരിക്കുന്ന പാരലൽ. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന നെറ്റ് എഫക്റ്റീവ് വോൾട്ടേജ് ആണ് എനിക്ക്, എഫക്റ്റീവ് EMF അല്ലെങ്കിൽ എഫക്റ്റീവ് വോൾട്ടേജ് ആണ് എനിക്ക് കണ്ടുപിടിക്കേണ്ടത്. ഈ പോയിന്റിലും ഈ പോയിന്റ് ഇടയ്ക്ക് ഞാൻ പാരലലി സെൽ കണക്ട് ചെയ്തു. അങ്ങനെ പാരലലി സെൽ കണക്ട് ചെയ്യുമ്പോൾ എനിക്ക് എന്ത് EMF കിട്ടും എന്നാണ് എനിക്ക് അറിയേണ്ടത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? എഫക്റ്റീവ് വോൾട്ടേജ് എന്ന് പറയുന്നത് ബി ഒരു പർട്ടിക്കുലർ വോൾട്ടേജിലായിരിക്കും ഇരിക്കുന്നത്. അപ്പൊ VB മൈനസ് ഓഫ് VC എന്ന് എഴുതിയാൽ മതി. ഓക്കെ, ബി എത്ര വോൾട്ടേജിൽ ഇരിക്കുന്നു അതേ മൈനസ് സി എത്ര വോൾട്ടേജിൽ ഇരിക്കുന്നു, ഈ സി എത്ര പൊട്ടൻഷ്യൽ ഇരിക്കുന്നു, ആ പൊട്ടൻഷ്യൽ രണ്ടും ഡിഫറൻസ് എടുത്തു കഴിഞ്ഞാൽ എനിക്ക് പൊട്ടൻഷ്യൽ ഡിഫറൻസ് കിട്ടും. ഓക്കെ, ഇനി ശ്രദ്ധിക്കാം, എനിക്ക് ഈ ടോട്ടൽ വോൾട്ടേജ് തന്നെ എനിക്കറിയാം. ഈ ടോട്ടൽ വോൾട്ടേജ് തന്നെയാണ് മുകളിലുള്ള സർക്യൂട്ട് നമ്പർ അല്ലെങ്കിൽ പാത്ത് നമ്പർ 1 എന്ന് ഞാൻ പറയുവാണ്. അപ്പൊ മുകളിലുള്ള പാത്തിൽ കൂടെയും ഈ വി തന്നെയാണ് കടന്നു പോകുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 240 വോൾട്ട് ആണെങ്കിൽ എത്ര പാരലൽ എടുത്താലും എത്ര പ്ലഗ് പോയിന്റ് എടുത്താലും എല്ലാത്തിലും 240 വോൾട്ട് ആയിരിക്കും. അപ്പോ പാത്ത് നമ്പർ 1നും ഈ വി ആയിരിക്കും പോകുന്നത്, ഈ പാത്ത് നമ്പർ 2നും വി ആയിരിക്കും പോകുന്നത്. അങ്ങനെയാണെങ്കിൽ പാത്ത് നമ്പർ 1ലുള്ള വിനെ നമുക്ക് നേരത്തെ എങ്ങനെ എഴുതാം? നമ്മൾ നേരത്തെ പറഞ്ഞതായിരുന്നു വി ഈക്വൽ ടു EMF മൈനസ് IR എന്ന് ഈ ചാപ്റ്റർ ഈ ഒരു സെഷൻ കുറച്ച് മുന്നേ പറഞ്ഞതായിരുന്നു. I ഇൻറ്റു ഇന്റേണൽ റെസിസ്റ്റൻസ് സ്മോൾ r അല്ലെ? അപ്പൊ അതേപോലെ എഴുതുവാണെങ്കിൽ പാത്ത് 1ൽ ഇവിടെ ഉണ്ടാവുന്ന കറണ്ട് എന്ന് പറയുന്നത് I1 ആണ്. ഓക്കെ, അവിടെ ഉണ്ടാവുന്ന EMF എന്ന് പറയുന്നത് ഈ സെല്ലിന്റെ EMF E1 ആയിട്ടും ആ സെല്ലിന്റെ ഇന്റേണൽ റെസിസ്റ്റൻസ് R1 ആയിട്ടും അതേപോലെ ഇവിടെ താഴെ ഉള്ളത് E2 R2 ആയിട്ട് നമ്മൾ എടുക്കുവാണ്. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഈ വീന് എങ്ങനെ പറയാം? E1 മൈനസ് I1 R1 എന്ന് പറയാം. ശരിയാണോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ റീഅറേഞ്ച് ചെയ്യാം. എനിക്ക് I ആണ് കണ്ടുപിടിക്കണം, കറണ്ട് ആണ് കണ്ടുപിടിക്കണം. കാരണം അവസാനം ഞാൻ പറഞ്ഞ കറണ്ട് ആണ് എനിക്ക് ഇക്വേറ്റ് ചെയ്ത് ടോട്ടൽ എടുക്കാൻ പറ്റുന്നത്. അങ്ങനെയാണെങ്കിൽ എനിക്ക് I1 കണ്ടുപിടിക്കണം. അപ്പൊ I1 എന്ത് ചെയ്യാം? I1 അപ്പുറത്ത് കൊണ്ടുപോയി I1 R1 ഇതിനെ ഇപ്പുറത്ത് കൊണ്ടുപോകുമ്പോൾ പോസിറ്റീവ് ആയി, വിനെ അപ്പുറത്ത് കൊണ്ടുപോകുമ്പോൾ നെഗറ്റീവ് ആയി, ഈക്വൽ ടു E1 മൈനസ് V. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? I1 ഈക്വൽ ടു E1 മൈനസ് V ഡിവൈഡഡ് ബൈ R1 എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, സെയിം തന്നെയാണ് വി താഴെയുള്ള സെക്കൻഡ് പാത്തിലും സെയിം വി തന്നെയായിരിക്കും താഴെയുള്ള സെക്കൻഡ് പാത്തിലും. അപ്പൊ സെക്കൻഡ് പാത്തിൽ എഴുതുമ്പോൾ എനിക്ക് എന്ത് എഴുതാം? E2 മൈനസ് I2 R2 ആണ് വോൾട്ടേജ് വി എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അവിടെ നിന്നും എനിക്ക് I2 എങ്ങനെ എഴുതാം? ഈ സെയിം ഇത് തന്നെയാണ്, E1 പകരം E2 ആവും. E2 മൈനസ് V ഡിവൈഡഡ് ബൈ R1 ആയിരിക്കും. ഓക്കെ, ഇനി അങ്ങനെയാണെങ്കിൽ ഓക്കെ, ഈ ഒരു കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തോളട്ടെ. ഞാൻ ഇവിടെ എഴുതിയിടുവാണ് V ഈക്വൽ ടു E മൈനസ് IR എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എനിക്ക് ടോട്ടൽ കറന്റ് എങ്ങനെ എഴുതാം? I ഈക്വൽ ടു I1 പ്ലസ് I2. ഓക്കെ, I1 എനിക്കറിയാം എത്രയാ? E1 മൈനസ് V ഡിവൈഡ് ബൈ R1 പ്ലസ് I2 എനിക്കറിയാം E2 മൈനസ് V ഡിവൈഡഡ് ബൈ R2. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിനെ റീഅറേഞ്ച് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ എന്തായി? E1ഉം E2 എല്ലാം ഞാൻ ഒരുമിച്ച് എഴുതുവാണ്. E1 ഡിവൈഡഡ് ബൈ R1 അത് തനിച്ച് എഴുതി, പ്ലസ് E2 ഡിവൈഡഡ് ബൈ R2 മൈനസ് V ഡിവൈഡഡ് ബൈ R1 ഉണ്ട്. ഓക്കെ, അപ്പൊ ഞാൻ മൈനസ് V കോമൺ എടുക്കുന്നുണ്ട്. മൈനസ് V ഡിവൈഡഡ് ബൈ R2 ഉണ്ട്, മൈനസ് V ഡിവൈഡഡ് ബൈ R1 ഉണ്ട്. മൈനസ് V കോമൺ എടുത്തു കഴിഞ്ഞാൽ 1 ബൈ R1 പ്ലസ് 1 ബൈ R2 എന്നുള്ളതാണ് ഇവിടുത്തെ നെറ്റ് കറന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എനിക്ക് അതിൽ നിന്നും എനിക്ക് വോൾട്ടേജ് കണ്ടുപിടിക്കാം. കാരണം എനിക്ക് കിട്ടേണ്ടത് നെറ്റ് വോൾട്ടേജ് ആണ് അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ. കാരണം ഈ പോയിന്റും തമ്മിലുള്ള വോൾട്ടേജ് ഡിഫറൻസ് ആണ് എനിക്ക് വേണ്ടത് എന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു, ഇവിടെ പറഞ്ഞു.
വോൾട്ടേജ് ഡിഫറൻസ് കണ്ടുപിടിച്ചാൽ മാത്രമേ നെറ്റ് എഫക്റ്റീവ് വോൾട്ടേജ് എത്രയാണെന്ന് കിട്ടാൻ പറ്റും. അപ്പോൾ വോൾട്ടേജ് കണ്ടുപിടിക്കാം. അപ്പോൾ വോൾട്ടേജ് കണ്ടുപിടിക്കാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യും, ഈ സാധനത്തിന് അങ്ങനെ അപ്പുറത്ത് കൊണ്ടുപോകുന്നു. അപ്പോൾ V ഇൻറ്റു 1/R1 പ്ലസ് 1/R2 ഈക്വൽ ടു E1/R1 പ്ലസ് E2/R2 മൈനസ് ഐ എന്നായി. ഈ ഐ അപ്പുറത്ത് പോകുമ്പോൾ മൈനസ് ഐ. ഓക്കെ, ഇനി ശ്രദ്ധിക്കാം, ഒരു മാത്തമാറ്റിക്സ് ഒരു ഇമ്പോർട്ടൻറ്റ് റൂൾ ഉണ്ട്. A/B പ്ലസ് C/D എന്ന് എഴുതുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് എന്തെഴുതാം, ക്രോസ് ആയിട്ട് ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാം. A ഇൻറ്റു D പ്ലസ് B ഇൻറ്റു C ഡിവൈഡഡ് ബൈ BD. A ഇൻറ്റു അപ്പുറത്തെ ഡിനോമിനേറ്റർ D, C ഇൻറ്റു ഇപ്പുറത്തെ ഡിനോമിനേറ്റർ BC. ഓക്കെ, ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ BD ആണ്. രണ്ട് ഡിനോമിനേറ്റർ മൾട്ടിപ്ലൈ ചെയ്യുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിന് നമുക്ക് എങ്ങനെ എഴുതാം, 1 ഇൻറ്റു R2. അപ്പോൾ മുകളിൽ R2 പ്ലസ് ഇവിടെ എഴുതുവാണ് 1/R1 പ്ലസ് 1/R2 ആണ് നമ്മൾ എഴുതുന്നത്. അപ്പോൾ 1 ഇൻറ്റു R2 പ്ലസ് 1 ഇൻറ്റു R1 ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ മൾട്ടിപ്ലൈ ചെയ്യുക R1 R2. ഓക്കെ, അതേപോലെ തന്നെ ഇവിടെയും എഴുതുവാണ് E1 ഡിവൈഡഡ് ബൈ R1 പ്ലസ് E2 ഡിവൈഡഡ് ബൈ R2 ആണ് നമ്മുടെ ഫ്രാക്ഷൻ ഇരിക്കുന്നത്. അപ്പോൾ E1 ഇൻറ്റു R2, ഓക്കെ, E1 ഇൻറ്റു R2 പ്ലസ് E2 ഇൻറ്റു R1 ഡിവൈഡഡ് ബൈ R1 R2 എന്നെഴുതാം. ഓക്കെ, ഇനി ശ്രദ്ധിക്കാം, ഈ ഡിനോമിനേറ്ററിൽ R1 R2 ഇരിക്കുവാണ്. അപ്പൊ ഞാൻ എല്ലാത്തിനെയും R1 R2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്തിട്ടും, V1 ഇൻറ്റു R1 പ്ലസ് R2 പ്ലസ് R1 അല്ലെങ്കിൽ R1 പ്ലസ് R2 ഈക്വൽ ടു E1 R2 പ്ലസ് E2 R1 മൈനസ് ഇൻറ്റു R1 R2. ഓക്കെ, R1 R2 കൊണ്ട് മൾട്ടിപ്ലൈ ആണ് മൊത്തം. ഇനി വിനെ ഇപ്പുറത്ത് നിർത്തിക്കൊണ്ട് R1 പ്ലസ് R2 അപ്പുറത്ത് കൊണ്ട് പോകണം. അപ്പോൾ V ഈക്വൽ ടു E1 R2 പ്ലസ് E2 R1 ഡിവൈഡ് ബൈ R1 പ്ലസ് R2 പ്ലസ് മൈനസ് I ഇൻറ്റു R1 R2 ഡിവൈഡ് ബൈ R1 പ്ലസ് R2. ഓക്കെ, ശ്രദ്ധിച്ചു നോക്കുക, ഈ ഒരു ഇക്വേഷൻ ഓക്കെ ഇതുമായിട്ട് സാമ്യതയില്ല. എന്ന് പറഞ്ഞാൽ ഞാൻ ഇത്രയും സാധനത്തിന് ഇക്വലന്റ് EMF എന്നെടുക്കുവാണ്. ഇത്രയും സാധനത്തിന് ഞാൻ ഇക്വലന്റ് റെസിസ്റ്റൻസ് എന്നെടുക്കുവാണ്. അപ്പോൾ V ഈക്വൽ ടു E മൈനസ് IR എന്നായില്ലേ. ഓക്കെ, അപ്പോൾ ഇക്വലന്റ് EMFനെ എനിക്ക് എങ്ങനെ എഴുതാം, E ഈക്വലന്റ് ഈ സാധനം ഓക്കെ E1 R2 പ്ലസ് E2 R1 ഡിവൈഡ് ബൈ R1 പ്ലസ് R2 എന്ന് എഴുതാം. ഇക്വലന്റ് റെസിസ്റ്റൻസിനെ എനിക്ക് എങ്ങനെ എഴുതാം, R1 R2 ഡിവൈഡ് ബൈ R1 പ്ലസ് R2 എന്ന് എഴുതാം. ഓക്കെ, അപ്പൊ R ഇക്വലന്റ് നമുക്ക് കിട്ടി. ഇനി ഈ R ഇക്വലന്റ് റെസിപ്രോക്കൽ എടുക്കുവാണെന്നുണ്ടെങ്കിൽ ഓക്കെ ഞാൻ പറയുവാണ് R ഇക്വലന്റിന് പകരം 1/R ഇക്വലന്റ് ഞാൻ എടുത്തു കഴിഞ്ഞാൽ ഓക്കെ 1/R ഇക്വലന്റ് ഞാൻ എടുക്കുവാണ്. അങ്ങനെയാണെങ്കിൽ ഇത് തിരിയും. ഓക്കെ, R1 R2 ഡിവൈഡ് ബൈ R1 പ്ലസ് R2 പകരം R1 പ്ലസ് R2 ഡിവൈഡ് ബൈ R1 R2 എന്നാവും. ഓക്കെ, ഈ ഫോം ഒന്ന് നോക്കാം. R1 പ്ലസ് R2 ഡിവൈഡ് ബൈ R1 R2 എന്ന് പറയുന്നത് 1/A പ്ലസ് 1/B എന്ന് പറയുന്നത് A പ്ലസ് B ഡിവൈഡ് ബൈ AB. അതേപോലെ തന്നെ അല്ലേ 1/R1 പ്ലസ് 1/R2 എന്ന് പറയുന്നത് R1 പ്ലസ് R2 ഡിവൈഡ് ബൈ R1 R2. അപ്പൊ ഇതിനെ എനിക്ക് എങ്ങനെ എഴുതാം, 1/R1 പ്ലസ് 1/R2 എന്ന് എഴുതാം. ഓക്കെ, അപ്പൊ ഈക്വലന്റ് റെസിസ്റ്റൻസ് എനിക്ക് സിമ്പിൾ ആയി കണ്ടുപിടിക്കാൻ പറ്റി. എത്രയാ, കുറെ സെൽസിനെ എനിക്ക് പാരലൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈക്വലന്റ് റെസിസ്റ്റൻസിന്റെ റെസിപ്രോക്കൽ ഓരോ ഇന്റേണൽ റെസിസ്റ്റൻസിന്റെ റെസിപ്രോക്കലിന്റെയും സം ആയിരിക്കും. ഓക്കെ, ഇനി ഈക്വലന്റ് EMF ഇത് കുറച്ച് ഇപ്പോഴും അവിയൽ പരുവത്തിരിക്കുവാണ്. അപ്പൊ ഇതിനെ റെഡിയാക്കി എടുക്കാൻ ഞാൻ എന്ത് ചെയ്യുക, ഇതിനെ ഈ നേരത്തെ ഉണ്ടായിരുന്ന ഫോം R1 പ്ലസ് R2 ഡിവൈഡ് ബൈ R1 R2 എന്നായിരുന്നല്ലോ. സോ ഇതിനെ ഈ ഈക്വലന്റ് EMF എന്ന് പറഞ്ഞ സാധനത്തിനെ ഞാൻ ഈക്വലന്റ് EMF ഡിവൈഡ് ബൈ ഈക്വലന്റ് റെസിസ്റ്റൻസ് എന്ന് എഴുതുവാണ്. എന്ന് പറഞ്ഞാൽ ഈ സാധനം മൾട്ടിപ്ലൈ ചെയ്യുവാണ് എന്ന് വിചാരിച്ചോളാം. ഓക്കെ, അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഇവിടെ ന്യൂമറേറ്റർ എന്തായി
E1 R2 plus E2 R1 divided by R1 plus R2 into ഈ സാധനം R1 plus R2 divided by R1 plus R2 divided by R1 R2. ഇത് രണ്ടും കട്ട് ചെയ്ത് പോകും. ഈക്വലന്റ് റെസിസ്റ്റൻസ് എന്തായി? E1 R2 plus E2 R1 divided by R1 R2. ഓക്കെ, ഇത് ശ്രദ്ധിക്കാം, നേരത്തെ നമ്മൾ എഴുതിയ കാര്യം തന്നെയാണ്. അതായത് ഈ സാധനം ഓക്കെ, എവിടെ നിന്നാണ് ഈ സാധനം വന്നു? ഇതിൽ നിന്നല്ലേ? അല്ലെങ്കിൽ എന്താ ഇവിടെ നോക്കാം, AD പ്ലസ് BC ഡിവൈഡഡ് ബൈ BD, AD പ്ലസ് BC ഡിവൈഡഡ് ബൈ BD. അങ്ങനെയാണ് നമുക്ക് എങ്ങനെ എഴുതാം? A/B പ്ലസ് C/D എന്ന് എഴുതാം. അപ്പൊ ഇതിനെ എനിക്ക് ചുരുക്കി എങ്ങനെ എഴുതാം? E1 ഡിവൈഡഡ് ബൈ R1 പ്ലസ് E2 ഡിവൈഡഡ് ബൈ R2 എന്ന് എഴുതാം. ഇതാണ് ഇക്വലന്റ് EMF ഡിവൈഡഡ് ബൈ ഇക്വലന്റ് റെസിസ്റ്റൻസ്, ഇക്വലന്റ് ഇന്റേണൽ റെസിസ്റ്റൻസ്. ചെക്ക് ചെയ്ത് നോക്കാം. E1 into R2 ഇവിടെ കിട്ടി, പ്ലസ് E2 into R1 ഇവിടെ ഡിവൈഡഡ് ബൈ R1 R2 ഇവിടെ. ഓക്കെ, അപ്പോ എനിക്ക് ഇക്വലന്റ് EMF ഡയറക്ട്ലി കിട്ടിയില്ലാന്നുണ്ടെങ്കിലും ഇക്വലന്റ് EMF ഡിവൈഡഡ് ബൈ ഇക്വലന്റ് ഇന്റേണൽ റെസിസ്റ്റൻസ് എനിക്ക് കിട്ടി. E1 ഡിവൈഡഡ് ബൈ R1 പ്ലസ് E2 ഡിവൈഡഡ് ബൈ R2 എന്ന് കിട്ടി. ഇക്വലന്റ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് റെസിപ്രോക്കൽ 1 by R in R1, 1 by ആദ്യത്തെ ഇന്റേണൽ റെസിസ്റ്റൻസ് പ്ലസ് 1 by അടുത്ത ഇന്റേണൽ റെസിസ്റ്റൻസ് എക്സെട്ര അപ് ടു n. അപ്പോൾ ഇതിപ്പോ രണ്ടെണ്ണത്തിനാണ് ഞാൻ പറഞ്ഞത്. ഇത് n നമ്പർ വന്നു കഴിഞ്ഞാൽ എനിക്ക് ആദ്യം EMF കണ്ടുപിടിക്കാൻ ഇക്വലന്റ് EMF ഡിവൈഡ് ബൈ ഇക്വലന്റ് റെസിസ്റ്റൻസ് ഈക്വൽ ടു E1 by R1 plus E2 by R2 plus etc up to En divided by Rn എന്ന് എഴുതാം. അതേപോലെ 1 by ഇക്വലന്റ് ഇന്റേണൽ റെസിസ്റ്റൻസ് പറയുന്നത് 1 by R1 plus 1 by R2 plus etc up to 1 by Rn എന്ന് എഴുതാം. എപ്പോഴാ? n നമ്പർ ഓഫ് സെൽസ് കണക്ട് ചെയ്യുമ്പോൾ. ഓക്കെ, അപ്പൊ ഇന്ന് പഠിച്ച കാര്യങ്ങൾ എന്തൊക്കെയാ? ആദ്യം നമ്മൾ EMFഉം ഇന്റേണൽ റെസിസ്റ്റൻസും എന്താണെന്ന് പഠിച്ചു. ഒരു സെല്ലിൽ നിന്ന് മാക്സിമം എടുക്കാൻ പറ്റുന്ന കറണ്ട് എത്രയാണെന്ന് പഠിച്ചു. അതിനുശേഷം EMFഉം പൊട്ടൻഷ്യൽ ഡിഫറൻസും തമ്മിലുള്ള മേജർ ഡിഫറൻസസ് പഠിച്ചു. പിന്നെ കോമ്പിനേഷൻ ഓഫ് സെൽസ് സീരീസ് ആണെങ്കിൽ ഇന്റേണൽ EMF മൊത്തം ആഡ് ചെയ്താൽ മതി, E1 plus E2 plus etc up to En. ഇന്റേണൽ റെസിസ്റ്റൻസ് എഫക്റ്റീവ് ആയിട്ട് കിട്ടാൻ ഇന്റേണൽ റെസിസ്റ്റൻസ് മൊത്തം ആഡ് ചെയ്താൽ മതി, R1 plus R2 plus etc up to Rn. പക്ഷെ പാരലൽ ആകുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ് ഈ ഒരു ഡെറിവേഷൻ. നിങ്ങൾ ഒരു 1-2 പ്രാവശ്യം ചെയ്ത് നോക്കുക. അഥവാ ഇത് ഓർക്കാൻ പറ്റില്ലെങ്കിൽ ഇത്രയും ഓർത്താൽ മതി. ഇക്വലന്റ് ഇന്റേണൽ EMF ഡിവൈഡ് ബൈ ഇക്വലന്റ് റെസിസ്റ്റൻസ് പറയുന്നത് E1 divided by R1 plus E2 divided by R2 plus etc up to En divided by Rn. 1 by equivalent resistance പറയുന്നത് 1 by R1 plus 1 by R2 plus etc up to 1 by Rn. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ write them down in the comments.